സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഇൻ എ സ്പിയർ എന്നുള്ള ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അതായത് ഫൈൻഡ് ദ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഇൻസൈഡ് എ സ്പിയർ ഓഫ് റേഡിയസ് എ വെൻ ദ സർഫസ് ഓഫ് ദ അപ്പർ ഹാഫ് ഈസ് ഹെൽഡ് അറ്റ് 100 ഡിഗ്രി ആൻഡ് ദ സർഫസ് ഓഫ് ദി ലോവർ ഹാഫ് അറ്റ് 0 ഡിഗ്രി. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ജനറൽ കേസ് നോക്കും. ജനറൽ കേസ് നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഡെൽ സ്ക്വയർ ടി ഓഫ് ആർ തീറ്റ ഫൈ എന്ന് പറയുന്നത് 0ന് ഈക്വൽ ആയിരിക്കും. ഈ സ്പിയർ എന്ന് പറയുന്നത് സ്പെറിക്കൽ സിമെട്രി ഒബേ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലാപ്ലേസ് ഇക്വേഷനെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ എഴുതാൻ പറ്റും. അതായത് ഡെൽ സ്ക്വയർ ടി ഈക്വൽ ടു 1/r സ്ക്വയർ ഡോ ബൈ ഡോ ആർ സ്ക്വയർ ഡോ ടി ബൈ ഡോ ആർ പ്ലസ് 1/r സ്ക്വയർ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ ടി ബൈ ഡോ തീറ്റ പ്ലസ് 1/r സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ ടി ബൈ ഡോ ഫൈ സ്ക്വയർ ഈക്വൽ ടു 0. അത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യും. ഇനി നമുക്ക് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ടി എന്ന് പറയുന്നത് ആറിൻ്റെയും തീറ്റേൻ്റെയും ഫൈൻ്റെയും ഫംഗ്ഷനാണ്. അതായത് നമുക്ക് ആർ ഓഫ് ആർ ഇൻറ്റു തീറ്റ ഓഫ് തീറ്റ ഫൈ ഓഫ് ഫൈ എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മളിതിന് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡോ ടി ബൈ ഡോ ആർ എന്ന് പറയുന്നത് ഡി ആർ ബൈ ഡി ആർ ഇൻറ്റു തീറ്റ ഇൻറ്റു ഫൈ. അതുപോലെ തന്നെ ഡോ ടി ബൈ ഡോ തീറ്റ ഡി തീറ്റ ബൈ ഡി തീറ്റ ആർ ഫൈ എന്ന് കിട്ടും. ഡോ സ്ക്വയർ ടി ബൈ ഡോ ഫൈ സ്ക്വയർ എന്ന് പറയുന്നത് ഡി സ്ക്വയർ ഫൈ ബൈ ഡി ഫൈ സ്ക്വയർ ഇൻറ്റു ആർ തീറ്റ എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ കിട്ടിയ ഇക്വേഷൻസ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡെൽ സ്ക്വയർ ടി എന്ന് പറയുന്നത് 1/r സ്ക്വയർ ഡി ബൈ ഡി ആർ ഇൻറ്റു ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി ആർ തീറ്റ ഇൻറ്റു ഫൈ പ്ലസ് 1/r സ്ക്വയർ സൈൻ തീറ്റ ഡി ബൈ ഡി തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ ബൈ ഡി തീറ്റ ആർ ഫൈ പ്ലസ് 1/r സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി സ്ക്വയർ ഫൈ ബൈ ഡി ഫൈ സ്ക്വയർ ആർ തീറ്റ എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ലാസ്റ്റിലത്തെ തേർഡ് ടേമിൽ ഒരു 1/r സ്ക്വയർ സൈൻ തീറ്റ ഒഴിച്ച് മാറ്റിയാൽ അത് ഒരു ഫൈൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെൽ സ്ക്വയർ ടി എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ ഡി ബൈ ഡി ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി ആർ തീറ്റ ഇൻറ്റു ഫൈ പ്ലസ് സൈൻ തീറ്റ ഡി ബൈ ഡി തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ ബൈ ഡി തീറ്റ ഇൻറ്റു ആർ ഫൈ പ്ലസ് ഡി സ്ക്വയർ ഫൈ ബൈ ഡി ഫൈ സ്ക്വയർ ഇൻറ്റു ആർ തീറ്റ എന്ന് കിട്ടും. ഇനി ഇതിന് നമുക്കവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ആർ തീറ്റയാണ്. അപ്പം നമുക്കത് അതൊരു ഫൈൻ്റെ ഫംഗ്ഷനാക്കി മാറ്റണം ആ ഒരു ടേമിന്. അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് ആ കിട്ടിയ ഇക്വേഷന് നമ്മൾ ആർ തീറ്റ ഫൈ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആർ തീറ്റ ഫൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി ആർ പ്ലസ് സൈൻ തീറ്റ ബൈ തീറ്റ ഡി ബൈ ഡി തീറ്റ സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി തീറ്റ പ്ലസ് 1/5 ഇൻറ്റു ഡി സ്ക്വയർ ഫൈ ബൈ ഡി ഫൈ സ്ക്വയർ എന്ന് കിട്ടും. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിക്കാം. നമ്മളിനിയിപ്പം ഈ ഇക്വേഷൻ നമ്പർ 4 നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫൈൻ്റെ ഫംഗ്ഷൻ മാത്രമാണ്. ബാക്കി എല്ലാ ടേമും ആറിൻ്റെയും തീറ്റേൻ്റെയും ഫംഗ്ഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് 1/5 ഇൻറ്റു ഡി സ്ക്വയർ ഫൈ ഡി ഫൈ സ്ക്വയറിന് മൈനസ് എം സ്ക്വയറിന് എഴുതാൻ പറ്റും. ഇത് ഫൈൻ്റെ സൊല്യൂഷൻ സൈൻ എം ഫൈ ആയിരിക്കാം, കോസ് എം ഫൈ ആയിരിക്കാം. എം സ്ക്വയർ എന്ന് പറയുന്നത് സെപ്പറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. സെപ്പറേഷൻ കോൺസ്റ്റൻ്റ് നെഗറ്റീവ് ആയിരിക്കും. എം എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. അത് ഫൈനെ പീരിയോഡിക് ഫംഗ്ഷനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ എം സ്ക്വയർ എന്നുള്ളത് 4ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 4ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി ആർ പ്ലസ് സൈൻ തീറ്റ ബൈ തീറ്റ ഡി ബൈ ഡി തീറ്റ സൈൻ തീറ്റ ഓഫ് ഡി തീറ്റ ബൈ ഡി തീറ്റ മൈനസ് എം സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് എഴുതും. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 5 നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ആറിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നത്. അതുമാത്രമല്ല ഒരു സൈൻ സ്ക്വയർ തീറ്റയാണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ നമ്മൾ ആ സൈൻ സ്ക്വയർ തീറ്റ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആറ് മാത്രമുള്ളൊരു ഇക്വേഷൻ കിട്ടും. അതായത് 1/r ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി ആർ പ്ലസ് 1 സൈൻ തീറ്റ ഇൻറ്റു 1 തീറ്റ ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ ഡി തീറ്റ ബൈ ഡി തീറ്റ മൈനസ് എം സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0. ഫസ്റ്റ് ടേം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം ആറിൻ്റെ മാത്രം ഫംഗ്ഷനായി. ലാസ്റ്റ് രണ്ട് ടേമും തീറ്റേൻ്റെയും ഫൈൻ്റെയും ഫംഗ്ഷനുമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1/r ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി ആറിന് കെ എന്ന് എടുക്കാം.
കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, സെപ്പറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 6 എന്നുള്ളത് 1/sin θ 1/θ d/d θ sin θ d/d θ മൈനസ് m² sin² θ പ്ലസ് കെ കിട്ടും. നമ്മളെല്ലാ ടേമിനെയും തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/sin θ d/d θ sin θ d/d θ മൈനസ് m² θ sin² θ പ്ലസ് കെ തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റഡ് ലെജൻഡറി ഫംഗ്ഷൻ്റെ സെയിം ഫോമാണ്. അപ്പം അസോസിയേറ്റഡ് ലെജൻഡറി ഫംഗ്ഷനിൽ കെ എന്ന് പറയുന്നത് L=L+1 ആണ്. L എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതായത് L എന്ന് പറയുന്നത് ഇൻറ്റിജറും അത് ലെജൻഡറി ഇക്വേഷൻ്റെ ഫൈനൈറ്റ് സൊല്യൂഷൻ കിട്ടുന്നത് x എന്ന് പറയുന്നത് x = cos θ, അതായത് പ്ലസ് അതിൻ്റെ മാക്സിമം മിനിമം വാല്യൂ എന്ന് പറയുന്നത് +or-1 ആണ്. അത് അങ്ങനെ കിട്ടേണ്ടിക്കൽ തീറ്റ എന്ന് പറയുന്നത് 0ഉം πയും ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ അസോസിയേറ്റഡ് ഫംഗ്ഷനിൽ k/k L+1 ആയിട്ട് റീപ്ലേസ് ചെയ്യും. L എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ നമുക്ക് അതിന് തീറ്റ = p സബ്സ്ക്രിപ്റ്റ് ഓഫ് L raised to m cos θ എന്ന് എഴുതാം. അപ്പം കേക്ക് L+1 കൊടുക്കുകയാണെങ്കിൽ 1/r/d/dr ഓഫ് r² dr/dr = k എന്നുള്ള ഇക്വേഷനിൽ സൊല്യൂഷൻ ആയിട്ടുള്ള r = r⁻L അല്ലെങ്കിൽ r⁻L-1 അങ്ങനെ 2 സൊല്യൂഷൻ കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പിയറിൻ്റെ ഉള്ളിലുള്ള സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ഇതിൽ r⁻L-1 ഉള്ളത് സ്പിയറിൻ്റെ ഔട്ട്സൈഡിലേക്കുള്ളത് വരും. അതായത് അത് ഇൻഫൈനൈറ്റ് ഒറിജിനിലേക്ക് വരുമ്പോൾ അത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. നമ്മളിനി ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് t = r⁻θ × φ എന്നുള്ള ഇക്വേഷനിൽ റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ t = r⁻L L cos θ പിന്നെ sin m⁵ cos m⁵ ആകും. ഇതിൽ Pl⁻m cos θ sin m⁵ Pl⁻m cos θ sin m⁵ സ്ഫെറിക്കൽ ഹാർമോണിക് എന്നാണ് പറയുന്നത്. സർഫസ് ടെമ്പറേച്ചർ അറ്റ് r = E എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് തീറ്റ ആൻഡ് φ ആണ്. നമ്മൾ ഗിവൺ സർഫസ് ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് φക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. m = 0 ആകുമ്പോൾ cos m⁵ എന്നുള്ളത് 1 ആവും. സൊല്യൂഷൻ റെഡ്യൂസ് ചെയ്തിട്ട് r⁻L Pl of cos θ ആയിട്ട് മാറും. നമ്മളിതിൻ്റെ സൊല്യൂഷൻ സീരീസ് ഓഫ് ബേസിസ് ഫംഗ്ഷനായിട്ട് എഴുതുകയാണെങ്കിൽ, അതായത് u എന്ന് പറയുന്നത് t തന്നെയാണ്. അപ്പോൾ u = summation of L = 0 to ∞ CL r⁻L Pl cos θ എന്ന് എഴുതാം. ഇവിടെ CL എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ആണ്. നമ്മൾ ഗിവൺ ടെമ്പറേച്ചർ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് r = a എന്നുള്ള കണ്ടീഷൻ എടുക്കും. അപ്പോൾ u at r = a = sum over L = 0 to ∞ CL a⁻L Pl cos θ എന്ന് എഴുതാം. ഇത് 100 ആകുമ്പം തീറ്റ 0ക്കും π/2 ഇടയിലായിരിക്കും. അതായത് cos θ എന്നുള്ളത് 0നും 1നും ഇടയ്ക്ക്. ഇത് 0 ആകുമ്പം തീറ്റ എന്ന് പറയുന്നത് π/2നും πക്കും ഇടയ്ക്കായിരിക്കും. അതായത് cos θ -1നും 0നും ഇടയ്ക്ക്. u at r = a നമുക്ക് sum over L = 0 to ∞ ലിമിറ്റ് L = 0 to ∞ CL a⁻L Pl of x എന്ന് എഴുതാം. അതായത് 100 f of x നമുക്ക് എഴുതുകയാണെങ്കിൽ x = cos θ എന്നുള്ള കണ്ടീഷനിൽ f of x എന്നുള്ളത് 0 ആകാം. അതായത് x -1നും 0ക്കും ഇടയ്ക്കാകുമ്പം f of x 0 ആയിരിക്കും. x എന്നുള്ളത് 0നും 1നും ഇടയ്ക്കാകുമ്പോൾ f of x 1 ആയിരിക്കും. x എന്ന് പറയുന്നത് ഇവിടെ ജസ്റ്റ് cos θ ആണ്, കോർഡിനേറ്റ് അല്ല. അപ്പം നമ്മൾ f of x എന്നുള്ളത് സീരീസ് ഓഫ് ലെജൻഡറി പോളിനോമിയൽ വെച്ച് ഒബ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ f of x = 1/2 p0 of x plus 3/4 p1 of x minus 7/16 p3 of x plus അങ്ങനെയൊരു ടേംസ് കുറേ വരും. അപ്പോൾ നമ്മൾ കോഎഫിഷ്യൻറ്റ് CL എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ u = 100 × 1/2 p0 of cos θ plus 3/4 r/a Pl of cos θ minus 7/16 r/a³ p3 cos θ plus അങ്ങനെ ടേം വരും.